ഇപ്പോൾ കേരളത്തിന് കിട്ടിയ സൽപ്പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നത്. ഈ പേരെങ്ങനെ വന്നതാണ്? LDFന് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം LDF വളർത്തിയിട്ടില്ല. ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനും അത് കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താനുമാണ് എല്ലാ ഘട്ടത്തിലും LDF ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് LDFനല്ലാതെ മറ്റേതെങ്കിലും മുന്നണിക്ക് സാധിക്കുമോ? LDFൻ്റെ ഘടന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. LDFൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള കക്ഷികളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും LDFൻ്റെ ഈ പൊതുരീതി, പൊതു സംസ്കാരം അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നു. അങ്ങനൊരു അവകാശവാദം UDFന് മുന്നോട്ട് വെക്കാനാകുമോ? UDFന് മൊത്തത്തിൽ കഴിയുമോ? UDFലെ ഓരോ ഘടകകക്ഷിയെയും എടുത്ത് പരിശോധിച്ചാൽ ആ നിലയിലേക്ക് എത്താൻ ആ ഘടകകക്ഷികൾക്ക് സാധിക്കുമോ? നാടിൻ്റെ മുന്നിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇത്തരമൊരു ഘട്ടത്തിൽ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇതുപോലൊരു ഘട്ടത്തിലാണല്ലോ നാം അതെല്ലാം ആലോചിക്കേണ്ടത്. പണ്ട് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ടൊരു വാർത്ത കേട്ടിരുന്നു. അപ്പോൾ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, എന്നിട്ട് നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞു, കേരളത്തെക്കുറിച്ച്. അവിടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് വീരപ്പൻ ചോദിച്ചു എന്നാണ്. അത് ഏത് കാലമാണ് എന്നതെല്ലാവർക്കും അറിയാം. ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് LDFനെ ബാധിക്കില്ലല്ലോ. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്.
ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഒരനുഭവം LDFിൻ്റെ കാലത്തുണ്ടാകില്ലല്ലോ. LDFിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായും ഉണ്ടാകില്ലല്ലോ. അതാണ് പ്രത്യേകത. അഴിമതി സ്വയമേവ കുറയുന്നതല്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കൃത്യമായ നിലപാട് വേണം. അതാണ് LDFിനുള്ളത്. എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കണം. ഇവിടെ 2016 മുതൽ 2021 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ആ തുടർഭരണത്തിൻ്റെ പ്രത്യേകത നോക്കണം. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്ന കാര്യം, ഒരു ഘട്ടത്തിൽ ഒരു മുന്നണി, അടുത്ത ഘട്ടത്തിൽ വേറൊരു മുന്നണി. LDF നാടിനോട് പ്രതിബദ്ധത ഉള്ള മുന്നണി എന്ന നിലക്ക് നാടിൻ്റെ വികസനത്തിനാവശ്യമായ ജനങ്ങൾക്കേറ്റവും ഉപകാരപ്രദമായ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. തൊട്ടു പിന്നാലെ UDF അധികാരത്തിൽ വരുന്നു. UDFന് മൊത്തമായൊരു സമീപനമുണ്ട്. അതിലുള്ള കക്ഷികൾക്ക് ചില പ്രത്യേക സമീപനങ്ങളുമുണ്ട്. എന്താ പിന്നീട് സംഭവിക്കുന്നത്? തുടർച്ച നഷ്ടപ്പെടുന്നു. വികസന കാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. ക്ഷേമകാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിലും തകർച്ച സംഭവിക്കുന്നു. അതോടൊപ്പം തങ്ങളുടെ വിഹിതം ഇങ്ങോട്ട് പോരട്ടെ എന്ന രീതിയിലുള്ള അഴിമതിയുടേതായ ഭാഗങ്ങൾ പെരുകുന്നു. ചുരുക്കത്തിൽ നാടിൻ്റെ പുരോഗതി തടയപ്പെടുന്നു. നേരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് അതേ രീതിയിൽ തുടരാതെ സ്തംഭനത്തിലും കാലത്തിനനുസൃതമായ പുരോഗതിയില്ലാതെ പുറകോട്ടടിച്ച നിലയിലേക്കും എത്തുന്നു. അടുത്ത തവണ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു. ആദ്യത്തെ 2-3 വർഷം, ഏകദേശം 3 വർഷത്തോളം, 2 വർഷം പൂർണ്ണമായും ഈ വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ചെലവിടണം. നേരത്തെ LDF തുടങ്ങി വെച്ച എവിടെയായിരുന്നോ നിന്നത് അവിടുന്ന് പുറകോട്ട് പോയ അവസ്ഥ പരിഹരിക്കാനും കാലാനുസൃതമായ പുരോഗതിയിലേക്ക് എത്താനും 2-3 വർഷം ചെലവിടേണ്ടി വരുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നത് ആ 2-3 വർഷമായിരുന്നു. പിന്നീടുള്ള 2 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയുക. ഇതിന് മാറ്റം വന്നു. ജനങ്ങളുടെ അനുഭവത്തിലൂടെ അതിന് മാറ്റം വരുത്തി. LDFന് തുടർഭരണം സമ്മാനിച്ചു. തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. 2021 മെയ്യിൽ എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ പന്ഥാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അതാണ് ഈ 9 വർഷക്കാലം കാണുന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് നാം കാണണം.